കാലാവധി പൂർത്തിയാവുന്ന ഭരണസമിതിക്ക് ആദരവ് നൽകുന്ന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. പ്രാദേശിക ഭരണരംഗത്ത് 5 വർഷം പൂർത്തിയാവുന്ന ഈ സമയത്ത് പയ്യോളി നഗരസഭ ഭരണസമിതി അംഗങ്ങൾക്ക് പയ്യോളി നഗരസഭയുടെ ജീവനക്കാർ നൽകുന്ന സ്നേഹോപഹാര ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ പയ്യോളി നഗരസഭയുടെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഏകദേശം അതിൻ്റെ കാലാവധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ നിർവഹണ രംഗത്തും അതുപോലെ തന്നെ ഭരണവും ഭരണനിർവഹണവും നടത്തുന്ന ഈ സമയത്ത് കാര്യമായ കലഹങ്ങളില്ലാതെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയത്. അത് മാനസികമായിട്ടും അതുപോലെ തന്നെ എല്ലാ പിരിമുറുക്കങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിർവഹണം നടത്താൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സന്തോഷം. ജനങ്ങളിലേക്ക് എത്തേണ്ട സേവനങ്ങൾ കൃത്യമായിട്ട് എത്തുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഭരണസമിതി ഒരു തട്ടിലും ഉദ്യോഗസ്ഥന്മാർ മറ്റൊരു തട്ടിലും ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് എത്തേണ്ട സേവനങ്ങൾ എത്തിപ്പെടാത്തൊരവസ്ഥ വരും. മാത്രമല്ല ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമായ രീതിയിൽ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഭരണസമിതിക്കും ജനങ്ങൾക്കും മറ്റുള്ള അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കലഹങ്ങളില്ലാതെ കാര്യമായ കലഹങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കൗൺസിലർമാരുമായിട്ട് ഒരു പ്രശ്നങ്ങളോ തീർക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടില്ല. പലപ്പോഴും തുടർന്ന് വരുന്ന ആളുകളുണ്ട്, നേരത്തെ പുതിയ ആളുകളുണ്ട്. എന്തു തന്നെയായാലും ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു അവർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരു ഇടപെടൽ ഏതെങ്കിലും ഒരു കൗൺസിലർ ഭാഗത്തുനിന്ന് ഭരണസമിതി അംഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബാന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കുടുംബാന്തരീക്ഷം ഞങ്ങൾക്ക് തന്ന കുടുംബാന്തരീക്ഷം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് തന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു രീതി, അതുപോലെ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സാഹചര്യം, അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഇല്ലാത്ത രീതിയിലുള്ള അവസരം, കാര്യങ്ങൾ ഇതൊക്കെ തന്നത് ഇവിടെയുള്ള ഭരണസമിതിയുടെ ഒരു നല്ല ഒരു മുന്നോട്ട് പോകാനുള്ള ആ രീതിയിലുള്ള ഒരു സഹകരണം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു അവസരത്തിൽ. നിർവഹണ രംഗത്തും അതുപോലെ തന്നെ ഭരണകാര്യങ്ങളിലൊക്കെ ശരവേഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് നമ്മുടെ സെക്രട്ടറി ഇവിടെ ഒരു കഴിവും കൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. സഹകരിച്ച് നിന്നിട്ടാണ്, കൂടെ നിന്നുകൊണ്ടാണ്, ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെതായ അടയാളങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടയാളപ്പെടുത്തിയ കാര്യങ്ങൾ എന്നും മാഞ്ഞു പോകാതെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ എന്നും ഓർമ്മിക്കുന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും ഓർമ്മിക്കുന്ന രീതിയിലേക്ക് എന്തെങ്കിലും അടയാളപ്പെടുത്തൽ ഓരോ ഉദ്യോഗസ്ഥനെ പറ്റിയിട്ടുണ്ടാവും, ഭരണസമിതിയെ പറ്റിയിട്ടുണ്ടാവും, ഇവിടെയുള്ള ഓരോ ആളുകളും അതെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഇവിടെയുള്ള കാര്യങ്ങൾ പോയിട്ടുള്ളത്. കൗൺസിലിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പൊ പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങളെ നേരത്തെ പറഞ്ഞുവിടാണോ? നേരത്തെ പറഞ്ഞുവിടാൻ വേണ്ടി ഒന്നുമല്ല. ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്ന വല്ലാത്തൊരു ലഹരിയാണ്. ചിലപ്പോ അത് നിങ്ങൾ കൂടിക്കഴിഞ്ഞാല് നിങ്ങളൊക്കെ ഈ ഇരിക്കുന്ന രീതിയിൽ ചിലപ്പോ ഇരുന്നോളണമെന്നില്ല. ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കൂല. ഒരാഴ്ച കൂടെ കഴിഞ്ഞാല് ഇവിടെ ചിലപ്പോ ഉണ്ടാവുക നിങ്ങളെ വിളിക്കുമ്പോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ വന്നത്. 1-ാം തീയതി ആയിരുന്നു ഇയാൾ പ്രതീക്ഷിച്ചത്. 1-ാം തീയതി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഇനിയൊരു അവസരം നമുക്ക് ഉണ്ടാവില്ല. ലീവുള്ള ദിവസം ആകുമ്പോ ചിലപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ഒരു കൗൺസിലിൽ നടത്താമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ എല്ലാ വകുപ്പ് മേധാവികളും ഇവിടെ ഉണ്ട്, എല്ലാ ജീവനക്കാരുണ്ട്. നമ്മുടെ ഇവിടുന്ന് മാറിപ്പോയ ശ്രീനാഥ് ഇവിടെ വന്നിട്ടുണ്ട്. തിരിച്ച് ശ്രീനാഥിന് നമ്മളൊരു യാത്രയപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു. ശ്രീനാഥും കൂടെ ഇന്നത്തെ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഭരണസമിതിയെ പറ്റി പറയുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പിരിമുറുക്കം തരാത്ത രീതിയിൽ വലിയൊരു പ്രശ്നങ്ങളില്ലാതെ എല്ലായിടത്തും ഉണ്ടാവും. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ എങ്ങനെയായാലും ജനപ്രതിനിധികൾ പ്രതികരിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അപ്പം ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നം വരാത്ത രീതിയിൽ, ഇവിടുത്തെ ഒരു സ്റ്റാഫിന് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ ഈ ഒരു ഭരണസമിതി നല്ല രീതിയിൽ ഉദ്യോഗസ്ഥരോട് സഹകരിച്ചിട്ടുണ്ട്. അത് പറയാതെ വയ്യ. നേരത്തെ ട്രാൻസ്ഫർ ആയി പോയ ജീവനക്കാരാണെങ്കിലും ഇപ്പോഴുള്ള ജീവനക്കാരാണെങ്കിലും അതിലൊരു ഭിന്നാഭിപ്രായം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. നേരത്തെ പോയ ആൾക്കാർ തന്നെ പല നിർവ്വഹണ ഉദ്യോഗസ്ഥരും മറ്റു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞ വാക്കുകളുണ്ട്. കാരണം അവിടെ പോയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. അതിന് എല്ലാ കൗൺസിലർമാരോടും അത്രയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പലപ്പോഴും നമുക്ക് കിട്ടുന്ന നല്ല വാക്കുകൾ ഈ ഒരു ഭരണസമിതിയുടെയും നമ്മുടെ എല്ലാ ജീവനക്കാരും എല്ലാ നിർവ്വഹണ ഉദ്യോഗസ്ഥരും ഒരേപോലെ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യാനും അത് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ഇന്ന തടസ്സമുണ്ട് എന്ന് പറയാനുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവനക്കാർ മുഴുവൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൂട്ടായ്മയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു കൂട്ടായ്മ എന്നും നിൽക്കട്ടെ. നമ്മളിവിടെ യാതൊരു വലിപ്പച്ചെറുപ്പോ ഒന്നും നോക്കുന്നില്ല. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ
പലരും വാർഡിലെ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം നമ്മൾ നമ്മുടെ ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു തരത്തിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ ഇവിടുന്ന് ആരാണെങ്കിലും ചെയ്യാതിരുന്നിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, നേരത്തെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കൗൺസിൽ വരാത്തതിന്റെ കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് പല പദ്ധതികളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ജീവനക്കാർക്ക് ബാധ്യത വരും എന്ന് പറഞ്ഞ സമയത്ത് പല പദ്ധതികളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു ഇത്രയും കാലം അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോയ എല്ലാവർക്കും നന്ദി. ട്രെയിനിങ് ഓഫീസർമാരും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് മുഴുവൻ ഇവിടെ ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ ചെയർമാനെ ക്ഷണിക്കുക. ഒരു കുടുംബം പോലെ സ്റ്റാഫംഗങ്ങളും കൗൺസിലർമാരും ഒന്നിച്ച് ഇവിടെ ചെലവഴിച്ച സമയം ഏറ്റവും കൂടുതൽ, കുടുംബത്തിനെക്കാട്ടിയും കൂടുതൽ സമയം ചെലവഴിച്ച സ്ഥലമാണ് ഈ പയ്യോളി മുനിസിപ്പാലിറ്റി. അവസാന നിമിഷത്തിൽ നമുക്കൊരു ഔദ്യോഗികപരമായിട്ട് തന്നെ എല്ലാം വെറൈറ്റി മോഡൽ, അതിലെ ഏറ്റവും കൂടുതൽ എഴുത്തിനങ്ങളാണ് ഫ്ലക്സിലടിച്ച ആദ്യത്തെ എഴുത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനാധികാരത്തിന്റെ ധിക്കാരം അപ്രസക്തമാകുന്ന, അതല്ല വളരെ എന്താ പറയാ, ഒരു വെറൈറ്റി മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ 2.5 വർഷക്കാലം ഞാൻ ഈ അധികാരത്തിൽ വന്നപ്പോ, ഈ 2 വർഷക്കാലത്തിനിടയിൽ ആദ്യം വന്നപ്പോ എനിക്കുണ്ടായിരുന്നു സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കണമെന്ന്. ഞാൻ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചില്ല. ഞാൻ ഓരോ വ്യക്തിയുടെയും കണ്ട് അവർ വരുന്ന സമയം നോട്ട് ചെയ്തു. ആ സമയത്തിനനുസരിച്ച് അവരോട് സംസാരിച്ചു. നാളെ തൊട്ട് നിങ്ങൾ ആ കൃത്യസമയത്ത് തന്നെ 10 മണിന്റെ ഉള്ളിൽ തന്നെ വരണമെന്ന് പറഞ്ഞു. ഓരോരോ വ്യക്തിയുടെയും കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കാൻ കുറച്ചും കൂടി ദീർഘിച്ചു പോയി, പിന്നെ വിളിച്ചില്ല. കാരണം പിന്നീടുള്ള പ്രവർത്തനം വളരെ നല്ല നിലക്ക് ഇവിടെയുള്ള സ്റ്റാഫുകളെ മൊത്തം നല്ല നിലക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവരെ ജോലി ചെയ്യുന്നിടത്ത് ഒരു കൗൺസിലർമാർ പോയിട്ടും നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരോട് ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് അവരെ സമയം പാഴാക്കാറില്ല. അത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലും 2.5 കൊല്ലം ഷെഫീഖ് ഭരിച്ചപ്പോൾ ഈ പ്രാവശ്യവും നല്ല ആ ഒരു നേതൃത്വപരമായ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള നേതാക്കന്മാരായിട്ട് ഞാൻ ഇവിടെ ഈ 36 കൗൺസിലർമാരെയും കാണുന്നത്. അത്രയും വളരെ ഡീസന്റോടുകൂടി നമ്മൾ അവരുമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ സ്റ്റാഫുകളും കൗൺസിലർമാരായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. കാരണം കൗൺസിലർമാരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. കാരണം ഓരോരോ വാർഡിൽ നിന്നും വരുന്ന ആൾക്കാരുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും മറ്റുള്ള കാര്യങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയും പറയുമ്പോൾ നമ്മൾ അവരുടെ ഭാഗത്ത് നിന്നിട്ട് തന്നെ നമ്മൾ അവരോട് സംസാരിച്ച് ക്ലിയർ ആക്കിയ ശേഷം ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ സംസാരിക്കും. ആ ഉദ്യോഗസ്ഥന്മാരെ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾ അവകാശപ്പെടുന്നത്, ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ആവശ്യം നിരാകരിക്കും. ആ ആവശ്യം നിരാകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താവും, അവരോട് ചെറിയൊരു വിദ്വേഷവും വെറുപ്പും തോന്നാറുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥന്മാരെയും കൗൺസിലർമാർ പോയിട്ട് ഒരു മറ്റൊരു രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ട പ്രവൃത്തികൾ കാര്യമായിട്ട് തന്നെ വളരെ ഗൗരവത്തിൽ കൂടി തന്നെ അവരുടെ ജോലി അവർ നിർവഹിച്ചിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായി, ഒരു വിഷയങ്ങളില്ലാതെ ഈ 5 വർഷക്കാലം ഇത് തന്നെ ആയാലും ഈ 5 വർഷക്കാലം നമ്മൾ ഒന്നിച്ചു പോയ ഒരു കുടുംബം പോലെയാണ്. ഈ കുടുംബത്തിലുള്ള ഓരോ അംഗവും വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും നല്ല ഒരു മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സ്റ്റാഫുകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു കൗൺസിലിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഞാനിവിടെ ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞത്. ചെറിയൊരു പീരീഡ് മാത്രമേ എനിക്ക് ഈ കൗൺസിലിന്റെ ഭാഗമായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കൗൺസിലിന്റെ കീഴിൽ നിരവധി മുനിസിപ്പാലിറ്റികളിൽ വലിയ ചെറുതും വലുതുമായ നഗരസഭകളിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ തീർത്തും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ ഇത്രയും ഇടപഴകി പ്രവർത്തിക്കാൻ ഒരു നഗരസഭയിൽ എനിക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഏതാണ്ട് എല്ലാ കൗൺസിലർമാരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും എല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടി, അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരവസ്ഥ. സാധാരണ ചില നഗരസഭയിൽ പോയാലും നമ്മളോട് സംസാരിക്കുന്ന ആ ടോണ് കേട്ടാൽ നമുക്കറിയാം ഒരു പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്നുള്ളത്. പക്ഷെ ഇവിടെ ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തില്ല. അത് വളരെ ഒരു സന്തോഷകരമായ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും എനിക്ക് നമ്മളെ ബഹുമാനപ്പെട്ട ശാന്തികുമാരി ചെയർമാനാണ്. ചെയർമാനും എനിക്ക് തോന്നുന്നു ഞാൻ വന്ന ഇടയ്ക്ക് ആ ദിവസങ്ങളിൽ തന്നെ മിക്കവാറും എല്ലാ ദിവസങ്ങളും ചെയർമാൻ നമ്മുടെ ഹെൽത്ത് വിഭാഗത്തിലാണ് ഉണ്ടാവുക. ഹെൽത്ത് വിഭാഗത്തിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഹെൽത്ത് ചെയർമാനേക്കാൾ കൂടുതലായിട്ട്
ഇദ്ദേഹമാണ് നമ്മളെ കൂടെ ഉണ്ടാവുന്നത്. അത് ആ ഒരു ബന്ധം കൂടി ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിനും അതുപോലെ തന്നെ എല്ലാ കൗൺസിലേഴ്സിനും സന്തോഷത്തോടെ ഒരു യാത്രയപ്പ്. അത് മാത്രമല്ല, യാത്രയപ്പില്ല, അടുത്ത കൗൺസിലും എല്ലാവരും തിരിച്ചിങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല എങ്കിലും മിക്കവാറും പിന്നെ നല്ലൊരു ഭാഗം ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഭരണസമിതി ആയാലും അതിന്റെ മുമ്പത്തെ പഞ്ചായത്തായ സമയത്തുള്ള ഭരണസമിതി ആയാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങള് പരമാവധി ഉദ്യോഗസ്ഥന്മാരായി സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യം പുലർത്താനാണ് ഞങ്ങൾ സമയം കണ്ടെത്തിയത്. കാരണം ഒരു ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രസക്തിയും പ്രത്യേകതയും ഉദ്യോഗസ്ഥന്മാരുമായി പരമാവധി സഹകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ കൗൺസിലറായി വന്ന സമയത്ത് തന്നെ 3ാമത്തെ ബാച്ചാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ. സെക്രട്ടറി നേരത്തെയുള്ള ഷെറീൻ മാഡമായാലും ഇപ്പോൾ അതിനുശേഷം വന്ന വിജന മാഡമായാലും മറ്റുള്ള സൂപ്രണ്ട്, RI, അക്കൗണ്ടന്റ്, ഇവരൊക്കെ മാറി മാറി വന്നപ്പോൾ ഒരാളുമായി ഞങ്ങൾക്കിടയിൽ ഒരു 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 അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പദപ്രയോഗം പോലും നടത്താൻ ഞങ്ങൾ ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. എന്നെ സമയത്തോളം അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നതാണ്. കാരണം നമ്മുടെ സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത് ഉദ്യോഗസ്ഥന്മാരുമായി പരമാവധി സഹകരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഭരണ സംവിധാനത്തെയും നടപടിക്രമങ്ങളെയും പരമാവധി സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള മുനിസിപ്പാലിറ്റികളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നുള്ള വ്യത്യസ്തമായി ഒരിക്കൽ പോലും കൗൺസിലാണെങ്കിൽ ഞങ്ങൾ പരമാവധി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതൊരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരു സാഹചര്യം ഉണ്ടാക്കുകയോ ശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. അതേ രീതി തന്നെയാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി പങ്കുവെക്കാൻ ശ്രമിച്ചത്. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയപരിമിതി മൂലം ചുരുക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഞങ്ങളിൽ ചിലപ്പോൾ പലരും തിരിച്ച് മത്സരരംഗത്ത് വന്നേക്കാം, അല്ലെങ്കിൽ വരാതിരിക്കാം. പക്ഷേ എങ്കിലും കടന്നു വരുമ്പോൾ നിങ്ങൾ നൽകിയ ഈ സ്നേഹവും സൗഹാർദ്ദവും കൗൺസിലർമാരല്ലാത്ത സമയത്ത് ഞങ്ങൾ വന്ന ഞങ്ങളോട് കാണിക്കണം എന്നുള്ള ഒരു സ്നേഹ അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു ചെയ്യുന്നു. കൗൺസിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷൻ എല്ലാവരും മത്സരിച്ച് വീണ്ടും തിരിച്ചു വേണമെന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഈ മനോഹരമായി ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളെ ആർദ്രമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ജീവനക്കാരാണ് നമ്മുടെ നഗരസഭയിലെ ഭൂരിപക്ഷം ജീവനക്കാർ. ജോലി ചെയ്ത് ശമ്പളം വാങ്ങി പോകുക എന്നതിനപ്പുറം തങ്ങളുടെ ജോലിക്ക് സമൂഹത്തോട് ഒരു ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ് നമ്മുടെ നഗരസഭയിലെ ജീവനക്കാർ എന്ന് പറയാൻ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയിലും അംഗമായിരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പൊ നിരവധി ഉദ്യോഗസ്ഥന്മാർ ആ കാലയളവിൽ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു സെക്രട്ടറിയെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ കാലയളവിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഭരണ നിർവഹണത്തിൽ മറ്റ് നഗരസഭകളിലെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇത്ര കൃത്യതയോടെ കാഴ്ചപ്പാടോടെ ഭരണ നിർവഹണം നടത്തിയ ഒരു സെക്രട്ടറി നമുക്ക് വേറെ ഉണ്ടായിട്ടില്ല. ആ നിലയിൽ സെക്രട്ടറിയെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തു. എല്ലാവർക്കും നന്ദി, സ്നേഹം, അഭിവാദ്യം. കുറഞ്ഞ കാലയളവിലാണ് എല്ലാരെയും കാണാനും ഇതാക്കാൻ പരിചയപ്പെടാൻ സാധിച്ചിട്ടുള്ളെങ്കിലും വളരെ സന്തോഷം ഉണ്ട്. ഇങ്ങനെ ഒരു സംവിധാനം ഇത്രയും ഇതായിട്ട് എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു ഇതാണെന്ന് ഇവിടെ എത്തിയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പണ്ട് നമ്മളെ മനസ്സിലൊരിത് ഉണ്ടാവുമല്ലോ, രാഷ്ട്രീയക്കാര് പിന്നെ ഉദ്യോഗസ്ഥന്മാര് എന്നുള്ളത് വെച്ചാല്. പക്ഷെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് അനുഭവമായത്. വളരെ സന്തോഷം. 2020 നമ്മൾ ഭരണസമിതി ഏൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അധികം പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. കാരണം നമുക്കറിയാം, നമ്മളെ കൗൺസിലർമാരിൽ
പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഭേദമില്ലാതെയും അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൗൺസിലർമാരും ഒരു കുടുംബം പോലെ കരുതിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് അധികം പ്രയാസമില്ലാതെ ഈ 5 വർഷം കൊണ്ടുപോകാൻ എല്ലാവരെയും ശരിക്കും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ, അപ്പോഴേക്കും പോവാനായി. അവിടെ വന്ന് നമ്മളോട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു പോരുന്നവരാണ് എല്ലാവരും. എന്നാലും എല്ലാവരെയും ശരിക്കും എനിക്ക് അറിയില്ല, അറിയുന്നവർ വളരെ ചുരുക്കമാണ്. പിന്നെ ഇവിടെ പറഞ്ഞു കേട്ടതിൽ വെച്ചിട്ട് എല്ലാവരും വളരെ സഹകരിക്കുന്ന ആൾക്കാരും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഭരണസമിതി ആയിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്ത സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ രീതിയിൽ ഇടപഴകുന്ന കൗൺസിലർമാരാണ് ഇവിടെ ഭൂരിഭാഗം ഉള്ളത്. പ്രസിഡന്റ് ആണെങ്കിലും തന്നെ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ലോഗ്യം പറഞ്ഞൊക്കെ പോകുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ളത് വെച്ചിട്ട് നോക്കുമ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇല്ലെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രസ്ഥാനം തന്ന ഉത്തരവാദിത്തം 5 വർഷം വളരെ ഭംഗിയായി ചെയ്യുക എന്നതായിരുന്നു എൻ്റെ കടമ. ആ കടമയിലാണ് ഞാൻ ഈ പയ്യോളി നഗരസഭയിൽ കടന്നു വന്നത്. എൻ്റെ പ്രസ്ഥാനം എൻ്റെ നാട്ടുകാരും ഉദ്ദേശിച്ച തരത്തിൽ അത് പരമാവധി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി നിലക്ക് ഞാൻ കടന്നു വരുന്നത്. എൻ്റെ മുമ്പിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. നേരത്തെ ജനപ്രതിനിധികളായ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ശിരസാ വഹിച്ചുകൊണ്ടാണ് എൻ്റെ ഈ 5 വർഷം കടന്നുപോയത്. ഈ 5 വർഷത്തിനിടയിൽ ഒരുപാട് സുഹൃത്തുക്കൾ, എല്ലാവരും എൻ്റെ സുഹൃത്ത് തന്നെയാണ്, എങ്കിലും ഒരുപാട് ആത്മബന്ധമുള്ള ഒരുപാട് സ്റ്റാഫുകളുണ്ട്. 36 കൗൺസിലർമാർക്ക് എല്ലാവരോടും ഒരേ തരത്തിലുള്ള ആത്മബന്ധം തന്നെയാണ്. എന്നാലും സ്റ്റാഫ് എന്ന നിലയിൽ ഒരുപാട് ബന്ധപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് വിട പറഞ്ഞു പോകുന്നതെന്ന് പറയുന്നത് ശരിയല്ല, നേരത്തെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും നേരത്തെ എൻ്റെ സഹകരണ പറഞ്ഞ പോലെ ഞങ്ങൾ പൊതുരംഗത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നാളെ ഈ ഓഫീസിലേക്ക് വീണ്ടും കടന്നു വരും. ജനപ്രതിയായിട്ടുള്ള നാട്ടുകാരുടെ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ നല്ല ചിരിച്ച മുഖത്തോടു കൂടി ഞങ്ങളെ സ്വീകരിക്കുമെന്ന് ഉള്ള ഒരു ആത്മവിശ്വാസത്തോടെ എല്ലാവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1 മാസമായിട്ടേ ഉള്ളൂ. എനിക്ക് എല്ലാവരെയും അങ്ങനെ അടുത്ത് പരിചയമില്ല. എന്നാലും ഞാൻ പയ്യോളി നാട്ടുകാരി എന്ന നിലയിൽ എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം, നല്ല രീതിയിൽ പരിചയമുണ്ട്. പിന്നെ ധനകാര്യ കമ്മിറ്റിയിലാവുമ്പോൾ ആ ധനകാര്യ കമ്മിറ്റി മെമ്പർമാരുമായിട്ട് നല്ല രീതിയിൽ അടുപ്പുണ്ട്. പിന്നെ എല്ലാവരും ഈ ഭരണസമിതിയിലേക്ക് തിരിച്ചു വരാൻ അതിയായി ആഗ്രഹിക്കുന്നു. ായിട്ട് വരുന്ന സമയത്ത് എല്ലാം ഭയങ്കര ബേജാറോട് കൂടിയാണ് നമ്മൾ ആ സ്ഥാനത്ത് നിന്നത്. എന്നാലും ഇവിടെ ജയിച്ചു വന്നതിന് ശേഷം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നമ്മളെ സഹ കൗൺസിലർമാരാണെങ്കിലും നല്ലൊരു ഇടപെടലാണ് നമ്മളോട് കാണിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും വാർഡിലാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും എല്ലാ ആൾക്കാരോടും നല്ലോണം സപ്പോർട്ട്, എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ടാണ് നിന്നത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സെക്രട്ടറി ആദ്യം പറഞ്ഞു സംസാരിക്കാത്ത ആൾക്കാരെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതെന്ന്. പക്ഷെ സംസാരിക്കലല്ല, പ്രസംഗമല്ല, പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ജനങ്ങളുടെ കാര്യത്തിൽ നല്ല ഒരു ഇടപെടൽ നടത്തി. അത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ജനങ്ങൾക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് സർവീസിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ സ്വന്തക്കാരൻ ഈ എന്താണ് പറയേണ്ടതെന്നറിയില്ല. നമ്മൾ ഈ വേദി എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കോളേജിൽ നിന്ന് സെൻഡ് ഓഫ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതായത് വരുന്ന ആൾക്കാർ നഷ്ടപ്പെട്ടു പോകുന്ന, അതായത് ബന്ധം നിലനിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളൊരു ആശങ്കയോടെ പോകുന്ന സഹപ്രവർത്തകർ എന്തായിരിക്കും എന്നുള്ള ഒരു ആദി, ഇനി അടുത്ത ബാറ്റൺ കൈമാറി വരുന്ന ആൾക്കാർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ആദി, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്തിനായാലും പിന്നെ നല്ല രീതിയിൽ വന്നിട്ട് 1 വർഷമായിട്ടേ ഉള്ളുവെങ്കിലും ഒരുവിധം കൗൺസിലർമാരായിട്ടെല്ലാം നല്ല രൂപത്തിൽ നല്ല രീതിയിൽ അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ ഇടപെടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്നും ഉണ്ടാവും. ഏതാവശ്യം പറഞ്ഞ് ഏത് സമയത്തും നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടാം. ഏത് സമയത്ത് 24 മണിക്കൂറും എന്ന് തന്നെ പറയാം, ഞങ്ങളുണ്ടാവും, കൂടെ ഉണ്ടാവും. അത് രാഷ്ട്രീയമല്ല,
അങ്ങനത്തെ ഒരു ബന്ധനങ്ങളും ഉണ്ടാവില്ല, കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് തരികയാണ്. അതേപോലെ മഞ്ജുഷ കൗൺസിലർ ഞാൻ വന്ന ഉടനെ എന്തോ ആക്സിഡന്റ് ആയിട്ടോ അങ്ങനെ എന്തോ കിടക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ 7-ാം വാർഡിൽ പിന്നെ ആരായിരുന്നു എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് സത്യത്തിൽ ഈ അടുത്താണ് മഞ്ജുഷ കൗൺസിലറാണ് 7-ാം വാർഡിലെ കൗൺസിലർ എന്നുള്ള അറിഞ്ഞത്. ആദ്യം 7ന്റെ ചാർജ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ ഒരു പ്രയാസമായി ബന്ധപ്പെട്ട് കിടക്കാന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ആണ് കാര്യങ്ങൾ മനസ്സിലായത്. എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാ കൗൺസിലർമാർക്കും അതേപോലെ മഞ്ജുഷ കൗൺസിലർക്കും നേരെയാണ്. നഗരസഭയിൽ ആദ്യം അവിടെ എത്തുമ്പോൾ ഒരു പ്രയാസമായിരുന്നു. എന്താ നമ്മളെ ഇവിടെ നഗരസഭയിലെ സ്റ്റാഫുകളുടെ പെരുമാറ്റം എന്നുള്ള ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല ഒരു പ്രവർത്തനം വാർഡിൽ കാഴ്ചവെക്കാനും എല്ലാ സഹപ്രവർത്തകന്മാരും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം, ഒരു സഹോദരന്മാരെ പോലെ എനിക്ക് വലിയൊരു പ്രയാസം ഉണ്ടായിട്ടു. ആ പ്രയാസങ്ങളെല്ലാം തന്നെ എന്നെ അതിജീവിച്ച് നല്ല രീതിയിൽ നല്ലൊരു കൗൺസിലറായി പ്രവർത്തിക്കാനുള്ള എന്താ പറയാ നമ്മളെല്ലാ ഒരു സഹകരണവും എന്റെ സഹ കൗൺസിലർമാരും ഇവിടുത്തെ ജീവനക്കാരും എല്ലാം തന്നെ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. വളരെ പ്രയാസമായിരുന്നു എൻ്റെ ജീവിതം തന്നെ, വലിയ ബുദ്ധിമുട്ടായിരുന്നു. കിടപ്പിലായപ്പോഴുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് ഇവിടുത്തെ ജീവനക്കാരോട് ഞാൻ എന്ത് ആവശ്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും തന്നെ എനിക്ക് സഹകരിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ തന്ന ഈ സ്നേഹോപഹാരത്തിന് എല്ലാവിധ നന്ദിയും എല്ലാവർക്കും അഭിവാദ്യങ്ങളും നേരുന്നു. ഞാൻ 2 മാസമായിട്ടേ വന്നിട്ടുള്ളൂ. എല്ലാവരെയും അടുത്ത് പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. എന്നാലും എല്ലാവരും മുഖങ്ങൾ പരിചയമാണ്. പക്ഷെ പേര് പലരുടെയും എനിക്കിപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. എവിടെയെങ്കിലും കണ്ടാൽ എന്തായാലും ഓർമ്മയുണ്ടാവും. ഇവര് നമ്മളിപ്പോൾ ജനപ്രതിനിധികളായാലും ജീവനക്കാരായാലും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാളായാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ നമ്മള് ജീവനക്കാരെ പ്രവർത്തിക്കുന്നത് നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടും ജനപ്രതിനിധികള് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുമ്പോൾ പരസ്പരമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടുകൾ അത് ഏത് സമയത്തായാലും ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇത്ര നേരം എനിക്ക് മുന്നേ സംസാരിച്ചവർ സൂചിപ്പിച്ച പോലെ ഇതുവരെ അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 2 മാസ കാലയളവിൽ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും നല്ല ഇടപെടലായിരുന്നു ഇവിടെയുള്ള ഭരണസമിതിയിലുള്ള അംഗങ്ങൾക്ക് മുഴുവനും. വ്യക്തിപരമായ താല്പര്യം ഇത്രയും നല്ല ഭരണസമിതി തന്നെ തിരിച്ചു വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ജനാധികാരത്തിന്റെ ധിക്കാരം ഇവിടെ അഴിഞ്ഞു വീഴുകയാണ്. ഇനി അതില്ല, കാരണം നമ്മൾ ആ മേലങ്ക് അഴിച്ചു വെക്കുകയാണ്. ഇനി 1-2 ദിവസം കൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മളൊക്കെ സാധാരണ KT വിനോദൻ സഹ കൗൺസിലർ എന്ന പേര് മാറുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത്, ഏതായാലും ഇതുവഴി വന്നതല്ലേ, ഒരു തൂവൽ പൊഴിച്ചിട്ട് പോകാം, എന്നെങ്കിലും അതൊരു പൊൻതൂവലായാലോ എന്ന് കടമ്മനിട്ടയുടെ മനോഹരമായ വരികളാണ്. ഒരുപാട് പൊൻതൂവലുകൾ എൻ്റെ വാർഡുകൾ മുനിസിപ്പാലിറ്റിയിലൂടെ കൗൺസിലായതുകൊണ്ട് എനിക്ക് പൊൻതൂവലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മുനിസിപ്പാലിറ്റിയുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൽ അങ്ങനെ ഒരുപാട് പൊൻതൂവൽ ഈ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു വെറുതെ പറഞ്ഞതല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടായി, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒറ്റക്കെട്ടായി 36 കൗൺസിലർമാരും പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ അതിനൊരാൾ ലീഡ് ചെയ്യണം. നല്ല 2 ചെയർമാൻമാർ വന്നു, നല്ല സെക്രട്ടറി. ഞാൻ എന്ത് തന്നെയാലും നമ്മൾ ഇരുത്തി പറയുന്നത് ശരിയല്ല. എന്തായാലും ഭരണാധികാരി എന്ന നിലക്ക് വളരെ കൃത്യമായി എന്ത് കാര്യം പറഞ്ഞാലും പോസിറ്റീവായിട്ട് എടുക്കുന്നു. അത് വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഒരു ഭരണാധികാരിയെ അല്ലെങ്കിൽ ഒരു വലിയ പൊതു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ കാണിച്ച നിങ്ങളുടെ ധിഷണശാലിയായ പ്രവർത്തനം, അതോടൊപ്പം അത് കൃത്യമായി ശിരസ വഹിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് കാണാൻ സാധിച്ചത് നമ്മളൊരു കുടുംബം പോലെയാണ്. നമുക്ക് ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായത്തിൽ ഞാനും ചന്ദ്രമാഷും മാത്രമേ ഇടക്ക് കൗൺസിൽ ലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ അതൊക്കെ വ്യക്തിപരമല്ല, ആശയപരമായി നമുക്ക് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. ഇന്നും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു. പക്ഷെ നാളുകൾ അതുകൊണ്ട് വ്യക്തിപരമായ ബന്ധങ്ങൾക്കൊന്നും തട്ടുന്നില്ല. ഞങ്ങൾ പിന്നീട് കെട്ടിപ്പടിച്ച് ഭയങ്കര സ്നേഹം പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി നമുക്കറിയില്ല, വ്യക്തികളെല്ലാം തികഞ്ഞ ആളുകളാണ് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ അവസരത്തിൽ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ മോശമായ വാക്കുകളോ പദപ്രയോഗങ്ങളോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥ വൃന്ദത്തിനോടാണെങ്കിൽ പോലും അത് മനസ്സിൽ വെക്കരുത്, അത് മായ്ച്ചു കളയണം. അത് വ്യക്തിപരമല്ല. ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ക്ഷമ കൂടി ചോദിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് ഒരു സസ്പെൻസാണ് നമുക്ക് തന്നത്. ഇവിടെ ഒരു ഇതുപോലെ മൊമെന്റോ ഒക്കെ വാങ്ങി ഫോട്ടോസ് ഇതെന്ന് ചോദിച്ചപ്പോൾ എന്തിനാ എൻ്റെ ഫോട്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ വഴി അറിയാന്നാ പറഞ്ഞത്.
അപ്പോഴാണ് കാണുന്നത് മൂവ്മെന്റ് ഇതൊക്കെ ഒരു വെറൈറ്റി വ്യത്യസ്തതയാർന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഏതായാലും അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ? തീർച്ചയായും വേണം. ഒരു ചെറിയ സർപ്രൈസ് ഞാൻ എന്താ വെച്ചാല് എല്ലാവർക്കും ഉള്ള ഒരു കേക്ക് 5 കിലോന്റെ കേക്ക് ഇവിടെ ഓർഡർ എത്തിയിട്ടുണ്ട്. അത് ആരും അറിയില്ല, ഞാനും ബജീർ സാറും മാത്രമേ അറിയുള്ളൂ.